യുക്രൈൻ യുദ്ധം ചില ദിശാവ്യതിയാനങ്ങൾ ഉണ്ടായ ഒരു കാലത്താണ് നമ്മൾ സംസാരിക്കുന്നത്. അവിടേക്ക് യുദ്ധമുഖത്തേക്ക് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടന്നു ചെന്നിരിക്കുന്നത്. ഇന്നാണ് അദ്ദേഹം യുക്രൈൻ സന്ദർശിക്കുക. 2 ദിവസത്തെ പോളണ്ടിലെ സന്ദർശനത്തിന് ശേഷം ട്രെയിൻ മാർഗമാണ് മോദി യുക്രൈനിൽ എത്തുന്നത്. മാത്രമല്ല യുക്രൈൻ തലസ്ഥാനമായ കീവിലും അദ്ദേഹം എത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നമ്മുടെ റിസർച്ച് ഡെസ്കിൽ നിന്ന് സ്മിത ഹരിദാസ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. സ്മിത, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. പി ജെയിംസിന്റെ സഹോദരിയാണോ? പറയൂ യുക്രൈനിലെ വിശേഷങ്ങൾ പറയൂ. ഈ യുക്രൈനിലെ സന്ദർശനം പ്രധാനമന്ത്രിയുടെ തീർച്ചയായിട്ടും വലിയ ഒരു സുപ്രധാന കാൽവയ്പ് കൂടിയാണ്. കാരണം കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈനിലെത്തുന്നത്. അതുമാത്രമല്ല, ഒരു 6 ആഴ്ചകൾക്ക് മുൻപ് മോസ്കോയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തിയപ്പോൾ വൊലോദിമിർ സെലൻസ്കി തന്നെ വലിയ വിമർശനം രൂക്ഷമായി തന്നെ വിമർശിച്ചിരുന്നു. കാരണം നമുക്കറിയാം, അധിനിവേശം തുടങ്ങി റഷ്യ യുക്രൈനിൽ അധിനിവേശം തുടങ്ങിയിട്ട് ഇപ്പോഴും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അവിടെ നടക്കുകയാണ്. ഇപ്പോഴാണ് യുക്രൈൻ ഒരു ചെറിയ മേൽക്കൈ എന്നുള്ള രീതിയിൽ അവിടെ ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ ഈ കാലയളവിൽ ഒന്നും തന്നെ നേരിട്ട് അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ ഒരു ഇടപെടലിന് ഇന്ത്യ തയ്യാറായിട്ടില്ല. ഇരു രാജ്യങ്ങളോടും സമാധാനപരമായി ആശയപരമായി ഒരു ഒത്തുതീർപ്പിന് ശ്രമിക്കണമെന്നും അങ്ങനെ പ്രശ്നങ്ങൾ തീർക്കണമെന്നും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പലപ്പോഴും റഷ്യയെ പിണക്കാൻ ഇന്ത്യക്ക് കഴിയാറില്ല. കാരണം ഇന്ധനം ഉൾപ്പെടെയുള്ള പല സുപ്രധാന വാണിജ്യ ബന്ധങ്ങളും റഷ്യയുമായി ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നേരിട്ടൊരു വിമർശനത്തിന് ഇന്ത്യ തയ്യാറായിട്ടില്ല. പക്ഷേ തീർച്ചയായിട്ടും സമാധാനം പുനഃസ്ഥാപിക്കണം എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിന്നിരുന്നു. ഇപ്പോൾ അതിനുശേഷമാണ് 6 ആഴ്ച മുൻപ് റഷ്യയിലെത്തുന്നു. വളരെ സൗഹാർദ്ദമായി പുടിനെ കെട്ടിപ്പിടിക്കുന്നു. ആ രീതിയിൽ സൗഹൃദ ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ വൊലോദിമിർ സെലൻസ്കി പരസ്യമായി തന്നെ ആ വിമർശനവും അതിലുള്ള ഒരു പരിഭവവും ഒക്കെ ഉന്നയിച്ചിരുന്നു. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വിമർശനവുമായി രംഗത്തും വന്നിരിക്കുന്ന ഈ സമയത്ത് യുക്രൈനിലേക്ക് മോദി എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. കൃത്യമായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും വിദ്യാഭ്യാസം, വാണിജ്യം, ആരോഗ്യം, ഈ മേഖലയിലൊക്കെ തന്നെയുള്ള ചർച്ചകൾ ഇരു നേതാക്കളുമായി നടക്കും. ഇന്നലെ വൈകിട്ടോടെ രാത്രിയോടെയാണ് ട്രെയിനിൻ മാർഗമാണ് റെയിൽ ഫോഴ്സ് 1. അത് വളരെ സുരക്ഷിതമാണ്. നമുക്കറിയാം, ഈ റഷ്യയുടെ അധിനിവേശം തുടങ്ങിയ കാലം മുതൽ എയർപോർട്ടുകളെല്ലാം അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് അത്ര സുരക്ഷിതമല്ല. റെയിൽ യാത്രയാണെങ്കിൽ വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള യാത്രയാണ്. പണ്ടുതൊട്ടേ യുക്രൈൻ്റെ ഒരു വലിയ ഒരു അഭിമാനമായിട്ടുള്ള ഒരു യാത്ര കൂടിയാണ് റെയിൽ ഫോഴ്സ് 1-ലുള്ള യാത്ര. ഏറ്റവും സേഫ് ആയിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ അത് തന്നെയാണ്. 10 മണിക്കൂർ അങ്ങോട്ടും 10 മണിക്കൂർ തിരിച്ചും പോളണ്ടിൽ നിന്ന് അങ്ങോട്ടുള്ള യാത്ര മോദി പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇതിനുശേഷമാണ് ഇനി അല്പസമയത്തിനകം തന്നെ ഇന്നത്തെ ഈ പ്രധാന കൂടിക്കാഴ്ചയുണ്ടാകും. വൊലോദിമിർ സെലൻസ്കിയുമായി ഉള്ള കൂടിക്കാഴ്ചയിൽ എന്തെല്ലാം കാര്യങ്ങളാണ്, ഒരുപക്ഷെ റഷ്യയെ പ്രത്യക്ഷമായി തന്നെ വിമർശിക്കാൻ നരേന്ദ്രമോദി തയ്യാറാകുമോ, അതോ ഇരു രാജ്യങ്ങളുമായുള്ള ഒരു ധാരണ, സമാധാനപരമായ ചർച്ചകൾ, അതിനാണോ നരേന്ദ്രമോദി ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുക? ഇക്കാര്യത്തിലൊക്കെ തന്നെ ഉറ്റുനോക്കുകയാണ്. അത് ഇരു രാജ്യങ്ങളും മാത്രമല്ല, യുക്രൈനും ഇന്ത്യയും മാത്രമല്ല, ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഉറ്റുനോക്കുകയാണ്. താങ്ക് യു സ്മിത ഹരിദാസ്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈനിൽ സന്ദർശനം നടത്തുകയാണ്. ഈ സന്ദർശനത്തിന് ദൂരവ്യാപകമായ അന്തർദേശീയ പ്രാധാന്യമുണ്ടോ എന്ന കാര്യം നമുക്ക് വരുന്ന മണിക്കൂറിൽ അറിയാൻ കഴിയും.